ബഹുമാനപ്പെട്ട ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. സർ, ജലവിഭവ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പുതിയ ഗവൺമെൻറ് ആത്മാർത്ഥമായ ശ്രമം നടത്തുകയാണ്. സർ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂരിപക്ഷം വരുന്ന MLA-മാരും ഒരേപോലെ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം കുടിവെള്ളവുമായി ബന്ധപ്പെട്ടാണ്. ശുദ്ധജല വിതരണ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് സത്യത്തിൽ മുൻഗണന കൊടുത്ത് നടപ്പാക്കേണ്ടത് എന്നതിൽ സംശയമില്ല. ഭൂരിപക്ഷം അംഗങ്ങളും ഇപ്പോൾ ഇന്ന് ചൂണ്ടിക്കാണിച്ചതും അല്ലാതെ കത്തുകളിലൂടെ തന്നുകൊണ്ടിരിക്കുന്നതും വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളെക്കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ നിലവിലുള്ള പദ്ധതികൾ മുഴുവൻ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് തൃപ്തികരമായ ജലവിതരണം എല്ലാ സ്ഥലത്തും നടത്തുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് സംബന്ധിച്ചുള്ള പരാതികൾ വ്യാപകമായി നിലനിൽക്കുകയാണ്. ഈ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലിലേക്കാണ് വകുപ്പ് കടക്കുവാൻ ശ്രമിക്കുന്നത്. സാർ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ജലജീവൻ മിഷൻ പദ്ധതിയാണ് ഏറ്റവും ലൈവായി നിൽക്കുന്ന പദ്ധതി. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഏതാണ്ട് 50% പ്രവൃത്തികളാണ് സംസ്ഥാനത്തൊട്ടാകെ റിവ്യൂ ചെയ്തപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ബാക്കി വരുന്ന 50% ഇനി പ്രധാനപ്പെട്ട ഘട്ടമാണ് ബാക്കി കിടക്കുന്നത്. ഈ 50% കൂടെ പൂർത്തിയാക്കിയാൽ മാത്രമേ ജലജീവൻ മിഷൻ പദ്ധതി നമുക്ക് തൃപ്തികരമായി കമ്മീഷൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. 2 വർഷം കൂടി കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട്. അതിപ്പോൾ ഒരാശ്വാസമായി നമുക്കൊരു പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യം വന്നിരിക്കുകയാണ്. ഈ 2 വർഷം കൂടി കാലാവധി കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഇതിനുള്ളിൽ ജലജീവൻ മിഷൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ പൂർത്തിയാക്കി എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കാൻ, എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഈ പദ്ധതി ലക്ഷ്യമിട്ടതുപോലെ പൂർത്തിയാക്കുവാനുള്ള ഒരു തീവ്ര ശ്രമമാണ് നമുക്ക് വേണ്ടത്. സാർ, ഇത് സത്യത്തിൽ വളരെയേറെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അലംഭാവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് തരത്തിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കരാറുകാരുടെ കുടിശ്ശികയെ തുടർന്ന് വർക്ക് അവരിൽ അപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യം വന്നു. പിന്നീട് ഇപ്പോൾ അത് പരിഹരിക്കപ്പെട്ട് ഏകദേശം വർക്കുകൾ എടുക്കാവുന്ന ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു സ്റ്റേജിലേക്ക് ആക്കണമെങ്കിൽ കുറേയേറെ പ്രശ്നങ്ങൾ കൂടി ജില്ല തിരിച്ചും അസംബ്ലി മണ്ഡലം തിരിച്ചും പ്രത്യേകമായി റിവ്യൂ ചെയ്ത് പ്രശ്നപരിഹാരത്തിന് വേണ്ടതായ ഇടപെടലുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. സർ, അതിനുവേണ്ടി കാര്യക്ഷമമായ ഇടപെടൽ, പ്രത്യേകിച്ചും ജലജീവൻ മിഷൻ പദ്ധതി അടക്കം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യക്ഷമമായ ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സർ, അതോടൊപ്പം ഇതിൻ്റെ അനുബന്ധമായി വന്നിരിക്കുന്ന മറ്റൊരു പ്രശ്നം നമ്മുടെ റോഡുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട അംഗം ശ്രീ ജി സുധാകരൻ അദ്ദേഹം അത് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ PK നവാസ് ചർച്ചയിൽ താനൂരംഗം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രണ്ടുപേരും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മറ്റു പല അംഗങ്ങളും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സർ, ജലജീവൻ മിഷൻ്റെ ആദ്യത്തെ 3 ഘട്ടങ്ങളിൽ പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം റോഡ് രജിസ്റ്റർ ചെയ്യാനുള്ള ഫണ്ട് അറ്റകുറ്റപ്പണിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു വലിയ പ്രശ്നമായിപ്പോയി. അതുകൊണ്ട് പഞ്ചായത്ത് റോഡുകൾ മുഴുവൻ വെട്ടിപ്പൊളിച്ചത് വലിയ നിലയിലേക്ക് തകർന്നു കിടക്കുകയാണ്. അത് നന്നാക്കുന്നതിന് കഴിയാത്ത അവസ്ഥയായിപ്പോയി. PWD റോഡുകളിലും ആദ്യത്തെ ഘട്ടങ്ങളിൽ ഇത് റോഡ് രജിസ്റ്റർ ചെയ്യാനുള്ള ഫണ്ടില്ലാതെ പോയതുകൊണ്ട്, ആവശ്യമായ ഫണ്ടില്ലാതെ പോയതുകൊണ്ട് അറ്റകുറ്റപ്പണി ചെയ്ത് നിർത്തിയപ്പോൾ റോഡുകൾ പൂർണ്ണമായിട്ടും തകരുന്ന അവസ്ഥയുണ്ടായി. ഇത് വലിയ പാളിച്ചയാണ് ഇതേ തുടർന്ന് സംഭവിച്ചത്. ഏതായാലും കറക്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ പിന്നീട് ഈ പൊതുവായി ഉയർന്നു വന്ന വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി സംസാരിക്കുക, സംസ്ഥാന ഗവൺമെൻറ് അക്കാര്യത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് സമയത്തും ആവശ്യമായ പരിഹാര നടപടികൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. എന്തായാലും ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന 3, 4, 5 ഘട്ടങ്ങളിൽ റോഡ് രജിസ്ട്രേഷനുള്ള ഫണ്ട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്കീം ഇപ്പോൾ റിവൈസ്ഡ് പ്രപ്പോസലാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും റോഡ് രജിസ്ട്രേഷൻ കൂടി ഇതോടൊപ്പം നടക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തുടർന്നുള്ള സ്കീമിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ളതാണ് അക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുപോലെ തന്നെ പഞ്ചായത്തുകൾക്ക് വേണ്ടി പ്രിൻസിപ്പൽ സെക്രട്ടറി, LSTD പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു സർക്കുലർ പുറപ്പെടുവിക്കുകയുണ്ടായി. പഞ്ചായത്തുകൾ മുൻകൂറായി തുക ചെലവഴിച്ച് റോഡുകൾ JJMൻ്റെ ഈ ജലജീവൻ മിഷൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി പൂർത്തിയാക്കിയാൽ അത് പിന്നീട് നബാർഡിൽ നിന്ന് ലഭിക്കുന്ന വായ്പയോ മറ്റു വായ്പയോ കിട്ടുന്നതനുസരിച്ച് ആ കടം റീഇംബേഴ്സ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സ്കീം കൂടി ഇപ്പോൾ ധാരണയാക്കിയിട്ടുണ്ട്. അങ്ങനെ വകുപ്പുകൾ തമ്മിലുള്ളൊരു ഏകോപനത്തിലുള്ള, സത്യത്തിൽ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും ഇക്കാര്യത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കി എന്നുള്ളതാണ് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ജലവിഭവ വകുപ്പും അതുപോലെ തന്നെ PWDയും LSTDയും വകുപ്പുകളുടെ ഒരു ഏകോപനം ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 3 മന്ത്രിമാരുടെയും തലത്തിൽ യോഗം ചേർന്നുകൊണ്ട് ആവശ്യമായ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റം
നമുക്ക് പ്രത്യേകമായി മുന്നോട്ട് ഈ പദ്ധതി റിവ്യൂ ചെയ്യുവാനും പൂർത്തിയാക്കുവാനും വേണ്ടി ആവിഷ്കരിക്കുവാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുകയാണ്. അതിനുവേണ്ടി നടപടികൾ മറ്റു മന്ത്രിമാരുമായി കൂടി ആലോചിച്ചുകൊണ്ട് ധാരണയിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സർ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബന്ധപ്പെട്ടാണ്. ഇറിഗേഷൻ്റെ കാര്യത്തിൽ ജലസേചന വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെട്ടുള്ള നവീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും പ്രശ്നമായി വരുന്നത് നിരവധിയായിട്ടുള്ള വെള്ളപ്പൊക്ക പ്രശ്നങ്ങൾക്ക് ഇന്ന് ഇടവരുത്തുന്നു എന്നുള്ള വലിയ ബുദ്ധിമുട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മുടെ കായലും പുഴകളുമെല്ലാം ചെളി നിറഞ്ഞും മാലിന്യങ്ങൾ നിറഞ്ഞും ഏറ്റവും കൂടുതൽ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ജലസംഭരണ ശേഷി ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു എന്നുള്ള വിഷയം വളരെ ഗുരുതരമായ ഒരു സുവിശേഷം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് മണ്ണും ചെളിയും നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള ഡീസൽ ചെയ്ത് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്റ്റേറ്റ് ഒട്ടാകെ ഒരു കർമ്മ പരിപാടിയായി ആവിഷ്കരിക്കേണ്ടത് ഇന്നത്തെ ഏറ്റവും വലിയ അനിവാര്യതയാണ്. സർ, ഫണ്ടിൻ്റെ അപര്യാപ്തതയും മറ്റ് പല വിഷയങ്ങളും കൊണ്ട് ഇതിലേക്ക് കിടക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു മുൻഗണന കൊടുക്കുവാൻ ഗവൺമെൻറ് വകുപ്പും ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. മുന്നോട്ട് ഇക്കാര്യങ്ങൾക്കകത്ത് ഒരു പ്രോജക്റ്റിലേക്ക് വരുന്നതിന് വേണ്ടി നമ്മുടെ പ്രത്യേകിച്ചും ജലാശയങ്ങൾ മുഴുവൻ ഏറ്റവും നല്ല നീരൊഴുക്കുള്ളതാക്കാനും അവിടെ ഏറ്റവും തൃപ്തികരമായി മനുഷ്യന് വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മാറ്റുവാനും കഴിയുന്ന നിലയിലേക്ക് പുഴകളെയും അതുപോലെ ജലാശയങ്ങളെയും നദികളെയും എല്ലാം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മ പരിപാടിക്ക് തീർച്ചയായിട്ടും രൂപം കൊടുക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. സാർ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഡാമുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. ഡാമുകളിലും ഇതുപോലെ തന്നെ മണ്ണും ചെളിയും നിറഞ്ഞിരിക്കുന്നത് മൂലം ജലസംഭരണ ശേഷി കുറഞ്ഞിട്ടുണ്ട്. ഇത് പലപ്പോഴായി വിവിധ ഗവൺമെൻറ്റുകളുടെ കാലഘട്ടങ്ങളിൽ ഇക്കാര്യങ്ങൾ തീരുമാനമെടുത്തെങ്കിലും അതിൽ പലതിലും അഴിമതിയും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും ഇടവരുന്ന വിധത്തിലാണ് ഇതിൻ്റെ വിവിധ പദ്ധതികൾ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് കുറ്റമറ്റ നിലയിൽ ഏറ്റവും അഴിമതിരഹിതമായും എന്നാൽ നമുക്ക് ഉപയോഗപ്രദമാകുന്ന വിധത്തിലേക്കും ഇതിനെ പുനഃക്രമീകരിക്കുക എന്നുള്ളത് ആവശ്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അഴിമതിക്കാരായ ആളുകൾ ഇത്തരം മേഖലകളിൽ കടന്നുകൂടി കാണിച്ചിട്ടുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനും ഇത് സത്യസന്ധമായ നിലയിലൂടെ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ആവശ്യമുള്ളൊരു കാര്യമെന്ന നിലയിൽ അത് കാര്യക്ഷമതയോടെ നടപ്പാക്കുവാനും വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇന്നലെ പാർലമെൻറ്റ് കമ്മിറ്റി ഇവിടെ മുല്ലപ്പെരിയാർ ഡാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും പ്രതിനിധികളെ അവർ കേന്ദ്ര പാർലമെൻറ്റ് കമ്മിറ്റി ജലശക്തി മന്ത്രാലയം പാർലമെൻറ്റ് കമ്മിറ്റി ആവശ്യപ്പെട്ട പ്രകാരം ഇന്നലത്തെ യോഗത്തിൽ നമ്മുടെ പ്രതിനിധികളും പങ്കെടുക്കുകയുണ്ടായി. അവരൊരു പ്രപ്പോസൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സുപ്രീം കോടതിയുടെയും ഒക്കെ തലങ്ങളിൽ വരുന്ന ചർച്ചകളിലേക്ക് കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ഭാഗം വ്യക്തമായി അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രതിനിധിയെ ഇതുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കപ്പെട്ടൊരു സാഹചര്യം ഇടയ്ക്കുണ്ടായി. അത് കേന്ദ്ര മന്ത്രിയെയും അതുപോലെ തന്നെ നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഇക്കാര്യങ്ങൾ അറിയിക്കുകയും കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ പ്രതിയെ ഉൾപ്പെടുത്താനുള്ള അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ പ്രതിയെ സജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുമായും ആലോചിച്ച് എത്രയും പെട്ടെന്ന് ആ പേരുകൾ നിർദ്ദേശിക്കുന്നതായിരിക്കും. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമ്മുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. കേരളത്തിന് പുതിയ അണക്കെട്ടുണ്ടാവുക എന്നത് തന്നെയാണ് പുതിയ ഗവൺമെൻറ്റിൻ്റെയും നിലപാട്. മുൻകാലങ്ങളിൽ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് തന്നെയാണ്. തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കാൻ കേരള സന്നദ്ധമാണ് എന്ന നിലപാടിൽ നമ്മൾ ഉറച്ചു വയ്ക്കുന്നു. അങ്ങനെ ഈ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുവാൻ രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിലും ചർച്ച ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെൻറ് ആവശ്യമായ ഒരു പരിശ്രമം കൂടി നടത്തുക എന്നതാണ് ഇന്ന് കേരളത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യാവുന്ന കാര്യം. അതിനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും വകുപ്പ് തലത്തിൽ നടത്തും എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. സാർ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭവന നിർമ്മാണ വകുപ്പിൻ്റെ തലത്തിൽ ദുർബല ജനവിഭാഗങ്ങൾക്ക് വീടുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വകുപ്പ് രൂപീകരിക്കപ്പെട്ടതെങ്കിലും ആ രംഗത്ത് കാര്യമായ ഒരു മുന്നേറ്റം ഇപ്പോൾ ഈ സമീപകാലങ്ങളിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഭവന നിർമ്മാണ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിക്കൊണ്ട് ദുർബല ജനവിഭാഗങ്ങൾക്ക് വീടുണ്ടാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ഗവൺമെൻറ് പുതിയ ബഡ്ജറ്റിൻ്റെ പശ്ചാത്തലത്തിൽ തുടക്കം കുറിക്കുവാൻ മുന്നോട്ട് വരികയാണ്. അതോടൊപ്പം തന്നെ ഭവന നിർമ്മാണ ബോർഡിൻ്റെ കീഴിൽ കേരളത്തിൻ്റെ കണ്ണായ സ്ഥലങ്ങളിൽ ഒരുപാട് അസറ്റുണ്ട്. ഇപ്പോൾ ഒന്ന് റിവ്യൂ ചെയ്തപ്പോൾ കോടാനുകോടി രൂപയുടെ അസറ്റ് അന്യാധീനപ്പെട്ടതുപോലെ കിടക്കുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുക. ഇത് ഉപയോഗപ്രദമാക്കി മാറ്റുവാനും സർക്കാരിന് ഗുണകരമാകുന്ന വിധത്തിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലും ഇതെല്ലാം എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സാർ, അതുപോലെ തന്നെ വകുപ്പിൻ്റെ കീഴിൽ വരുന്നതാണ് കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രം. സ്റ്റേറ്റ് ഒട്ടാകെ ഏറ്റവും ഗുണനിലവാരമുള്ള വീടുകൾ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുക എന്ന പദ്ധതി
സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചത് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കുറേ പ്രപ്പോസലുകൾ വന്നിട്ടുണ്ട്. അതുപോലെ കിഡ്ക്ക് അടക്കമുള്ള ഏജൻസികൾ ഈ രംഗത്ത് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. സർ, അങ്ങനെ ജലവിഭവ വകുപ്പിൻ്റെ തലത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ട് ഒരു പുതിയ വാട്ടർ പോളിസി, ഒരു ജലനയത്തിന് രൂപം കൊടുക്കുവാൻ ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുകയാണ്. അങ്ങനെ ഏറ്റവും ഇന്നത്തെ ഒരു അതൃപ്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് മാറി തൃപ്തികരമായ ഒരു നിലയിലേക്ക് ആളുകൾക്ക് ഉപകരിക്കുന്ന വിധത്തിലേക്ക് ഈ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കുവാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും വകുപ്പ് മേൽനോട്ടം വഹിക്കുന്നതായിരിക്കും. ഈ ഡിമാൻഡ് പാസ്സാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.